ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോൺഷോക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ചെറിയൊരു സന്തോഷത്തിലാണ്. ഇന്ന് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫിഷിംഗ് കണ്ടന്റും ഫിഷിംഗ് കുക്ക് ചെയ്യുന്നത് മാത്രമായിട്ടുള്ള കണ്ടന്റ്സ് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം 1K സബ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു ഓൾ. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് പിടിക്കാൻ പോകുന്നത് ഓൾറെഡി പിടിച്ച കുറച്ച് പരല് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എൽദോസ്, നമ്മുടെ ടീം മെമ്പർ തന്നെയാണ് എൽദോസിന് ഒരു വാള അടിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ആ മീനിനെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമായിട്ട് നമ്മളിന്ന് പോകുന്നത് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത്, ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിക്കുന്നതാണ്, രാജീവ് സണ്ണി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. വളരെ ക്ലോസ് സുഹൃത്തുക്കളാണ് ഞങ്ങൾ. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് ആദ്യമായി ഒരു റോഡും റീലും ഗിഫ്റ്റ് ചെയ്യുന്നത്, അത് മീൻപിടുത്തം എന്താണെന്ന് അറിയാൻ പാടില്ലായിരുന്ന കാലത്ത് പുള്ളി ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് റോഡും റീലും തന്നു. എന്തോ ഒരു വലിയ മീൻ പിടിച്ചത് ഒടിഞ്ഞും പോയി. ഓക്കെ, എന്തായാലും അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഓൾറെഡി കാൽവരി മൗണ്ടിലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ, പഴയ സുഹൃത്തുക്കളുണ്ടായിരുന്നു, കോളേജിലുണ്ടായിരുന്ന സുഹൃത്തുക്കളും എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് കൂടിയിട്ട്, കുറച്ച് പേര് ക്ലോസ് സുഹൃത്തുക്കൾ ഒന്ന് കൂടിയിട്ട് അവിടെ വെച്ച് നമുക്ക് ഈ കിട്ടിയ മീനുകളെല്ലാം ഒരു 1-2 ഡിഷസ് ഒക്കെ ചെയ്ത് ഒരു രസകരമായിട്ട് ഒരു നൈറ്റ്, അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇപ്പൊ ഇതിനു മുമ്പ് കുറച്ച് പരള കിട്ടിയായിരുന്നു. പരളിന്റെ കുറച്ച് നല്ല രസകരമായ വീഡിയോസ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരാം. അത് കണ്ടിട്ട് ഈ പരളും ഒക്കെ ആയിട്ട് നമുക്ക് നേരെ കാൽവരി മൗണ്ടിൽ പോകാനുള്ളതാണ്. അപ്പൊ പോണ വഴിയിൽ പറഞ്ഞാൽ സൈക്കിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, എന്തായാലും മഴയെ കുറച്ച് കുറഞ്ഞു അല്ലേ? പരല് കുറെ കിട്ടിയെന്നുണ്ടല്ലോ അവിടെ. എനിക്ക് കുറെ പരല് കിട്ടിയിട്ടുണ്ട്. പിള്ളേർക്കും കുറെ കിട്ടിയെന്നുണ്ടോ? എല്ലാവർക്കും തീർച്ചയായിട്ടും. അൻവറും ടീമൊക്കെ വന്ന് 1-2 കരിമീൻ കിട്ടിട്ടോ എനിക്ക് ഇവിടെ. കാണിക്കാം, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. കരിമീൻ്റെ അടി കുറഞ്ഞു വന്നപ്പോ തന്നെ അടിച്ചു തന്നു. തേച്ചുകൊണ്ട് കിട്ടിയ കരിമീനൊക്കെ കിടക്കണം കേട്ടോ. അടിപൊളി കരിമീൻ. ഇമാരിവിടെ നല്ല മീൻ പിടുത്താട്ടാ. ചെറുതിലാണെങ്കിലും ഇഷ്ടംപോലെ പരലിനെ കിട്ടുന്നുണ്ട്. നമ്മളിത് ഈ ഒരു സൈസില് കുളത്തില് അറ്റാച്ച് ചെയ്ത് ഇടുക. കൊത്തുണ്ട് കേട്ടോ. ഇങ്ങോട്ടാ ചേട്ടാ, ഈ കളത്തിലേക്കോ? ആ, അടിപൊളി. കിട്ടിയില്ലേ? അയ്യോ, ഇവിടെ ഒരു മീൻ കറി ഉണ്ട്. അതിന്റെ ഒപ്പം ഇവിടെ ഒരു മീൻ കറി ഉണ്ട് കേട്ടോ. പരൽ എന്തായാലും തനതായ ശൈലി തന്നെയാണ് ഇവിടെ നടപടിയാവുള്ളൂ. പഠിച്ചു സ്പിന്നറിലൊന്നും നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത്. മീനട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരല. എന്റെ ഷെയ്ഡ്സ് നോക്കി. വാലക്കൊടിയൻ എന്ന് പറഞ്ഞു. വാലയിലുള്ള കൊടിയുണ്ടോ? പല നാട്ടിലും പലതായിരിക്കും പറയുന്നത്. ആ, നമ്മുടെ നാട്ടിൽ വാലക്കൊടിയൻ പരലെന്നാ പറയാ. വാലയില് 2 കൊടി, ചുവന്ന കളറ്, അതിന്റെ അപ്പുറം ബ്ലാക്ക്. എല്ലാരും മത്സരിച്ചുള്ള മീൻ പിടുത്തം. ഭയങ്കര രസമായത് പരിപാടി. വാവ്, അടിപൊളി. കിട്ടി. നമ്മുടെ ഷമിതില പറഞ്ഞ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ജോബ്. ബിൻഷാദിനൊരു ചെറിയൊരു കരിമീൻ കുഞ്ഞ്. കരിമീനെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തരുടെ പിടിക്കാം. കാണിച്ചോ, നമ്മുടെ നല്ല നാടൻ കരിമീൻ കേട്ടോ. ആള് കുഞ്ഞാണ്ടാ, ഇത്ര നീളമുള്ളൂ. നമുക്ക് റിലീസ് ചെയ്തേക്കാം കേട്ടാ. പെട്ടെന്ന് പണി നിർത്തിയിട്ട് സ്വന്തം പണിയിലേക്ക് തിരിച്ചുകൊണ്ടാണ്. Wow.
വീണ്ടും എന്റെ പൊന്ന്. അത് നല്ല അത്യാവശ്യം സൈസും ഉണ്ട്, നല്ല വരല. കൊള്ളാം. അടിപൊളി. ഇന്നലെ ഓർത്തനെ പിടിച്ചിട്ട് അറിയുള്ളൂ. ഇത് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നേ. അങ്ങനെ വൈശാഖന്റെ അടുത്ത പരിശ്രമം. ആറ്റിയമ്പല്ലിയാ. ആറ്റിയമ്പല്ലി. ആറ്റിയമ്പല്ലി. പണി പഠിച്ച മീനുകളല്ല. ഇച്ചിരി നീണ്ടുപോയാൽ കുഴപ്പമില്ല. കൊള്ളാം. പോലെ അന്നോടെ നോക്കിയാ സ്രാവാണെന്ന്. പക്ഷെ അത് പരലുകളെല്ലാം പറഞ്ഞ് നെറ്റിയിട്ട് മാറ്റും കേട്ടോ. ഇഷ്ടംപോലെ മീൻ പിടിച്ചായിരുന്നു കേട്ടോ. വേണ്ട, ഇതിനിടയ്ക്ക് വേറെ കിടക്കണ്ട, ഒളിച്ചിരിക്കുക. ജീവനുണ്ടോ? ഇവിടെ ഉള്ളതിനെല്ലാം ജീവനുണ്ട്. നമ്മൾ ഇപ്പൊ നമ്മള് കിട്ടിയ മീനൊക്കെ ചുടാനായിട്ട് കട്ടപ്പനയ്ക്ക് പോണ വഴിയാണ്. രാജേഷിന്റെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. അൻവറാണ് കിളിവാറി. മീൻ ഞങ്ങൾ അവിടെ കുറച്ച് പിടിച്ചോണ്ട് വന്നു. ജീവനോടില്ല, ഒക്കെ റെഡിയാക്കി. കട്ടപ്പന റിസോർട്ട് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് ഒരു വീഡിയോ ഒക്കെ ആക്കാൻ വേണ്ടി. നമ്മുടെ സ്വന്തം ചേച്ചി കേട്ടോ. അൻവറ ഓക്കെ, കിളി വന്നോ? ഇഞ്ചി ഉപ്പും അതൊരു മരുന്നാട്ടോ. വണ്ടിയിൽ കയറി താമസിക്കുന്ന വന്ന് വാള് വയ്ക്കാൻ വരുവാണെങ്കിൽ അപ്പൊ തന്നെ കുറച്ച് ഇഞ്ചി ഉപ്പും കൂടെ എടുത്തിട്ട് അടിച്ചാൽ മതി. അൻവറ ഓക്കെ ഉണ്ട്. ചേച്ചിയുടെ സ്വന്തം മരുന്നാ. കൈ കൊടുത്താൽ തരാൻ മേടിക്കും, ഞാൻ കൊടുത്തു. വഴിയിൽ ഉടനീളം ഒരു പെട്ടിക്കടയും ചായക്കടയും വിട്ടിട്ടില്ല. എല്ലാ കടയിലെയും ബോണ്ടേ ചായ. ഇതിൽ കൂടുതൽ എന്ത് കാണിക്കാൻ? നിർത്തി ഞാൻ മടുത്തു. 6ാമത്തെ ബോണ്ടേ, 2 ഫുൾ ബിരിയാണി. എവിടെ പോണോ എന്തോ അല്ലേ. സൂപ്പർ ചായ, അടിപൊളി ചായ. നമുക്ക് അടുത്തടുത്ത് വിളിക്കാം. അവിടെ ഇരുന്നോ. അത് തന്നെ കൈ കാണിച്ച കൈ ചെയ്യിക്കാൻ്റെ അങ്ങനെ നമ്മൾ രാജീവിന്റെ സ്പോട്ടിലെത്തി. രാജീവിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന റിസോർട്ട് ഇതാണ്. ഇതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ, കുഴപ്പമില്ല. പക്ഷെ എന്റെ പണി പൂർത്തിയായിട്ടില്ല. ഇതിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വ്യൂ ആണ്. എങ്ങനെയുണ്ട് സ്ഥലം? മഞ്ഞില്ലാത്തതുകൊണ്ട് ഇപ്പൊ കറക്റ്റ് ടൈം. മഞ്ഞുണ്ടെങ്കിൽ ഒന്നും കാണൂല. മൗറീഷ്യസിൽ പോയിട്ടില്ല. പടം കണ്ടിട്ടില്ലേ? അപ്പൊ ഒത്തിരി വാട്ടർ ലെവൽ താഴെയാണോ? ഇപ്പൊ വാട്ടർ ലെവൽ താഴെ, ഒത്തിരി താഴെയൊന്നുമല്ല. ഒത്തിരി താഴെയാകുമ്പോഴത്തേന് ഇനിയും ഒത്തിരി ഇതുപോലത്തെ മുട്ടക്കുന്നുകളൊക്കെ പൊങ്ങി വരാൻ എവിടെയൊക്കെ അവിടെ താഴെ വല്ലതും ഉണ്ടോ നോക്കിയെടുക്കാം. എന്താ കണ്ടിട്ടുണ്ടോ നല്ല ചെറുതായിട്ട്? അതെ ചേട്ടാ, അപ്പൊ പോയി നമുക്ക് മീൻ്റെ പരിപാടിയൊക്കെ നോക്കാം. മീൻ്റെ പരിപാടി നോക്കണമല്ലേ? അപ്പൊ ഞങ്ങൾ പോയി പണി എടുക്കട്ടെ. അതെ, തേച്ചാണ്ട് കുറച്ച് ഫ്രണ്ട്സുകളും കൂടി വരും കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടി കുറെ മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. എന്തൊക്കെയുണ്ട് ചേട്ടാ സ്പെഷ്യൽ? നമ്മുടെ കഴിഞ്ഞ ദിവസം പിടിച്ച പറള്, അൻവറും മീനും കൂടി പിടിച്ച മറ്റേ ചേർമീൻ, പിന്നെ നമ്മൾ അടിച്ചു മാറ്റിയ വാള, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ.
അത് നോക്കാം. അപ്പൊ പല ദിവസത്തെ മീനാട്ടോ, ഒറ്റ ദിവസം കൊണ്ട് ഒരു വരാലും. അത് ഒരു വരാൽ. അപ്പൊ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടി. അതിന്റെ തൊട്ട് അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്തെ ഈ വീട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുക്കിങ്ങിന്റെ ഓരോ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. നമ്മളൊന്ന് തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളൊരു വാളനെ കൊണ്ടുവന്നുണ്ട്, അതിന്റെ മുട്ട തേച്ചേട്ടൻ വറുത്തോണ്ടിരിക്കുക അല്ലേ ചേട്ടാ? സുഹൃത്ത് പിടിച്ചത് പരലുണ്ട്, പരലിനെ പുളിയിലെ ഇടാം, അല്ലെങ്കിൽ വറക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ട്രൈ നോക്ക്. അടിപൊളി. നോക്ക്. ഫസ്റ്റ് സ്റ്റാർട്ടർ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. കുറച്ച് പ്രാണിയുടെ ശല്യമുണ്ട്, അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പെട്ടെന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മളിത് മേടിച്ച മീനാട്ടോ, ഏരിയാണ് മീൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. 5 ഇൻഗ്രീഡിയന്റ്: നാരങ്ങാനീര്, ബട്ടർ, ഉപ്പ്, കുരുമുളക്, ഗാർലിക്. ഇങ്ങനെ 5 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അത് വെച്ചിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നു, ബട്ടറിൽ ഫ്രൈ ചെയ്യുന്നു. അങ്ങനെ മാണി സാറ് വന്നു തുടങ്ങി. ചെറിയ വിളിക്കാൻ പോയിണ്ടായിരുന്നു. മാണി സാർ നോക്കി നോട്ടെ എന്തെങ്കിലും വീണുണ്ടോ. ഫ്രഷ് മീൻ്റെ ഫ്രൈ ചെയ്ത മണമല്ലേ വന്നില്ലേ? വരുന്നുണ്ട്. അപ്പൊ റെഡി ആയിട്ടുണ്ട്. എല്ലാം ആയോ? അത് കൊള്ളാം. ശരിക്കും നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു. തീർച്ചയായിട്ടും രാജീവ് പിടിക്കാം. മാണിച്ച പാത്രം കൊണ്ടുവിടാം. ആയി സെറ്റാ. വളരെ നന്നായിട്ട് ആ മീന്റെ തനതായ രുചി അതോടുകൂടി കിട്ടുന്നുണ്ട്. തേച്ചു പൊളിച്ചു. നല്ല ആവി വറക്കുന്ന സൂപ്പർ സാധനം. എന്റെ കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം. കൊള്ളാം, സൂപ്പർ. തേജു, ഇത്ര ഞാൻ വിചാരിച്ചില്ല. അടിപൊളിയാടാ. നല്ല സ്റ്റാർട്ടർ കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. എന്തായാലും അടുത്ത നമുക്ക് വാള ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വാളനെ നമുക്ക് സാധാരണ നാടൻ വറക്കലാട്ടോ, വെളിച്ചെണ്ണയിൽ ഓരോ പീസ് നമുക്ക് സെറ്റാക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അടിപൊളി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ട സത്യം പറഞ്ഞാൽ നാടൻവാള നമുക്ക് കിട്ടിയിട്ട് ഒത്തിരി ആളാ കേട്ടോ. ഞങ്ങൾ അതിന്റെ ത്രില്ലിലാണ് അല്ലേ ചേട്ടാ? നമ്മള് പിടിച്ചതല്ലേലും നമ്മൾ പിടിച്ചല്ലെങ്കിലും വാളയാണല്ലോ. നമ്മളൊക്കെ അന്ന് ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പോണെങ്കിൽ മുമ്പ്, അതിന് തൊട്ട് മുമ്പ് മറ്റേ ഷൂട്ട് എടുക്കാൻ വേണ്ടിട്ട്, അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഷൂട്ട് ഇതെടുക്കില്ലേ, എന്നാ പറഞ്ഞാലേ അതെ ഫോട്ടോഷൂട്ട്. അന്ന് ഫോട്ടോഷൂട്ട്. ഇപ്പൊ അവർക്കൊക്കെ വേറെ വലിയ പേരൊക്കെ പറയണ്ട്. അതിന് വേണ്ടിട്ട് ജസ്റ്റ് ഞങ്ങള് ഇവിടെ വന്ന സമയത്ത് അല്ല അതല്ല ക്ലിപ്പ് എടുക്കാറില്ല. അത് ജസ്റ്റ് ചുമ്മാ കയറി വന്നായി മണ്ടയ്ക്ക് മുകളിലേക്ക്. പിന്നെ അന്ന് ഈ സംഭവം എല്ലാം ഉണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ പാസ് വെച്ചിട്ടുള്ള പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് കയറിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര വ്യൂ. അത് എന്നെ മഞ്ഞാണെന്നറിയോ. പിന്നെ ഇങ്ങനെയൊക്കെ ആയത്. ചെറിയ കല്യാണത്തിന് പോയത് ഓർക്കണ്ടോ? ഞാനും അനുവും കൂടെ പോയത്. നീ ഇല്ലായിരുന്നു, ഞാനും അനുവും കൂടെ പോയത്. ബസ്സിൽ കംപ്ലൈന്റ് ആയിട്ട് ഞാൻ പുറകെ മാരുതിക്കാറിൽ വന്നു. അപ്പൊ തന്നെ ഫോൺ ഐക്കൺ കംപ്ലൈന്റ് ആയി. ഫോൺ ഐക്കൺ എനിക്ക് തന്നിട്ട് നീ എങ്ങനെയെങ്കിലും നന്നാക്കിയിട്ട് പോരെന്ന് പറഞ്ഞ് പുള്ളി അപ്പൊ തന്നെ കട്ടപ്പനയ്ക്ക് എന്റെ മാരുതിക്കാരായിട്ട് പോയി. അപ്പൊ തന്നെ വണ്ടി അവിടെ കൊടുത്ത് സംഭവം റെഡിയായി. ഞങ്ങള് അലങ്കരിച്ച കാറിൽ ഞങ്ങൾ വന്നു. നേരെ വന്ന് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫർമാര് എന്റെ അടുത്തേക്ക് നെയ്മീൻ പോലെ വന്നിട്ടുള്ളടാ. ഇത് വാള വളയാന്നറിയാം, പക്ഷെ അതിന്റെ
നെയ്മീന്റെ കഷ്ണം കണ്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പക്ഷെ ഇത് സോഫ്റ്റാ നെയ്മീൻ. എന്നേക്കുമായിട്ട് മിസ്സായി. അതൊരു ഭയങ്കര സങ്കടകരമാണ് ശരിക്കും. നമ്മള് പുള്ളി ആയിരുന്നു എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഉള്ള കാര്യമാണ് അത്. പറയുമ്പോ ഇപ്പൊ എന്താ പറയാ, ഞങ്ങളൊരു 7 പേരായിരുന്നു കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ. അതായത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ചുമ്മാ വെറുതെ അന്നത്തെ കാലത്ത് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞു വരല്ലോ. അപ്പൊ അങ്ങനെ തല്ലിപ്പൊളി കൂട്ടം. അങ്ങനെ ഞങ്ങളൊരു 7 പേരുണ്ടായിരുന്നു. അതിലിപ്പോ റോയിയും പ്രവീണും ഇന്ന് എന്തൊക്കെയോ സൗകര്യക്കുറവ് കാരണം അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. റോയി കോളേജില് സ്കൂളില് പ്രിൻസിപ്പളാണ്. ഹെഡ് മാസ്റ്റർ കിടക്കട്ടെ പ്രിൻസിപ്പൾ രണ്ടൊന്നും തന്നെയാണല്ലോ. ഓക്കെ. അപ്പം പിന്നെ ഇതിനകത്തുള്ള ഒരു സങ്കടകരമായ കാര്യം, അന്നത്തെ കാലത്ത് ഇപ്പൊ ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ ഒരു ലീഡറായിരുന്നു. അന്നത്തെ കാലത്ത് മീശ ഉണ്ടായിരുന്നവന്, മെയിനായിട്ട് വണ്ടി ഉണ്ടായിരുന്നു അവൻ. അതുപോലെ തന്നെ അംബാസഡർ കാരണമാണ് വന്നോണ്ടിരുന്നത്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പുള്ളി ഒരു 4 വർഷമായി ഒരു ബൈക്ക് ആക്സിഡന്റിൽ കോലഞ്ചേരിയിൽ വെച്ചിട്ട് ഹെൽമെറ്റ് വെച്ച് പോയതാണ്. കയ്യിൽ വെച്ച് ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ഒരു ചില സമയത്ത് ഈ ഹെൽമെറ്റ് വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഒരു വളരെ ഒരു സ്വാഭാവികമായിട്ടും ആസ്പെക്റ്റാണ്. എല്ലാരും ചെയ്യും. ഇപ്പൊ നമ്മളാണെങ്കിൽ ഈ പറഞ്ഞാൽ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇപ്പൊ എത്രയും പോകേണ്ട കാര്യമുള്ളൂ. വെക്കണ്ടെന്നല്ല പറഞ്ഞ. സൈക്കിൾ ഓടിക്കുമ്പോ ഹെൽമെറ്റ് വെക്കണം. ഇവിടെ ആരും നമ്മളാരാ വെക്കണം? ഒന്ന് താഴെ വീണാ മതി. എന്തെങ്കിലാട്ടെ. എന്തായാലും നല്ലൊരു ഈവനിങ് ആട്ടോ. നിങ്ങൾ എല്ലാവരും ഇത്രയും പേര് വന്നത്, ചെറിയ ഒക്കെ വന്നത്. ഇവനെ കണ്ടിട്ട് കുറെ നാളെ. അല്ല, നീ വല്ല കാലത്തും അല്ലേ വരുന്ന ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ വന്ന് ഇവിടെ വരുമ്പോ നീ വിളിക്കുന്നതും അതൊരു കാര്യമാണ്. എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടല്ലോ. എന്തായാലും വിളിച്ചല്ലോ. എന്നാലും ഞാൻ വിളിച്ചല്ലോ. ഇത് എന്റെ കഴിവാടാ. ഇവൻ ആദ്യമായിട്ട് ചൂണ്ടക്കോൽ എടുത്ത് വിട്ട് ഇവനെ ഇറക്കി വിട്ടതാ. ഞാൻ അവിടെ ചൂണ്ടക്കോല് ഓർക്കണ്ട തേച്ചു. നമ്മള് താങ്കട്ട് ഡാമിൽ ഇല്ല, ഒന്നും കിട്ടിയില്ലെങ്കിൽ രാജേഷ് മേടിച്ചെന്ന ചൂണ്ട വാള വലിച്ചോടിച്ചോണ്ട് പോയി. ഞാൻ തന്നെ അത് വാളയാ ഡയറക്റ്റ് അടിച്ചോ. ഞാൻ തന്നെ കമാൻ അൻവറേ, നല്ല ചൂട് സാധനം. ഒരു നാരങ്ങ ഉണ്ടാവുമല്ലോ. നാരങ്ങ നമ്മുടെ നല്ല ചൂട്, നല്ല ആവി. നമ്മുടെ നാരങ്ങയോടെ പോയി. സൂപ്പർ. മധുരം കൊടുക്കണ്ടാ. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? എന്നോടാ നിനക്ക് ജലദോഷമാണോ? തേജുക്കുട്ടൻ പുക കണ്ണി കയറണം, കണ്ണിൽ വെള്ളം വരണം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലോ. സൂപ്പറാ. നീ ഞാൻ ഫസ്റ്റ് ടൈം വാള ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്. പക്ഷെ ആ ഇതില്ലേ മീറ്റ് നല്ല സോഫ്റ്റ് ആണ്. ഒരു ലിക്വിഡ് ഉണ്ട്. ആ ഒരു ജ്യൂസി മീറ്റ് ആണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. വെളുത്തുള്ളി അപ്പൊ നമ്മള് പാൽക്കപ്പ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ആ തേങ്ങാപ്പാൽ എടുത്തോ. പാൽക്കപ്പ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് എടുത്തൊന്ന് തണക്കാൻ വയ്ക്കാം. അന്നേരത്തേക്ക് മീൻകറി, വാളയുടെ തല നമുക്ക് അങ്ങോട്ട് കറി വയ്ക്കാം. അപ്പോൾ വാളയുടെ തലക്കറി റെഡിയാക്കാം. എല്ലാവരും പകുതി ചെരിഞ്ഞു തുടങ്ങി. സമയം 12:30 വാഴയുടെ തലയും പോലും കൂടെ കറിയാക്കാം. നോക്കിക്കടോ, ഉപ്പ് നോക്കിക്കടോ. അടിപൊളി. അതല്ല കാര്യമായിട്ട് ചോദിച്ചാ ഉപ്പായോ? സൂപ്പറായിട്ട്. അപ്പൊ എന്തായാലും പാൽക്കപ്പ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എടുത്തു നോക്കി, ചെറിയ നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. പാൽക്കപ്പ എടുക്കുക. കയ്യൊന്ന് മുക്കി എടുക്കട്ടെ. ഈ ഒരു പീസ് എടുത്തു നോക്കി. മീനോട് നോക്കട്ടെ കേട്ടോ. കൊള്ളാം. നല്ല കോമ്പിനേഷൻ. തണുപ്പ് നല്ല ചൂടാ. നല്ല വിശപ്പ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. തീർച്ചയായിട്ടും കൊള്ളാം. ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത് ചെറുമീനുണ്ട്,
പരലും ചെയ്യാനുണ്ട്. അപ്പൊ അതിനെ നമുക്ക് നാളെ രാവിലെ ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തുടങ്ങാം. മീനോട് മീൻ അത്ര തന്നെ. അപ്പൊ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ എണീറ്റു. നമുക്ക് ജസ്റ്റ് വ്യൂ ഒക്കെ ഒന്ന് കാണാം. ഇവിടുന്ന് ഈ ഒരു സമയത്തൊരു വല്ലാത്ത ആംബിയൻസ് ആണ് ഇവിടെ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം വാ. രാജീവില്ലാതെ അങ്ങനെ നമ്മൾ പിടിച്ച പരലിനെ ഇന്നിപ്പോ രാവിലെയാണ് നമ്മൾ പുളിയില ചൂടാന്ന് വിചാരിച്ചത്. ഇതിപ്പോ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സമയം സോറി, പുളിയിലയല്ല മീൻ ചുട്ടത്. എന്നുവെച്ചാൽ പുളി പിഴിഞ്ഞ് ചേർക്കുക ചെയ്തേക്കണേ. അതായത് പുളിയില ഇല്ലാതെ പുളിയില ചുട്ടത്. എന്താ ഒന്നും അറിയില്ല, നോക്കാം. അപ്പൊ ദേ നമ്മുടെ ബാക്കി വന്ന വാള വാളക്കൂട്ടനോടെ കിടന്ന് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജെറി വയ്യ പോവാന്ന് പറയുന്നുണ്ട്. ജെറിക്ക് എന്തൊക്കെയോ അത്യാവശ്യങ്ങൾ. അപ്പൊ ജെറി ടാറ്റ. പാൽക്കപ്പയും ഒരു കഷ്ണം വാളയുമായി മുങ്ങുന്നു. അതെ, പാൽക്കപ്പ ഒരു വർഷം വാളയായിട്ട് മുങ്ങുന്നു. ബുള്ളറ്റ് രാജ. അപ്പൊ പാക്കലാം. രണ്ടു ദിവസത്തേക്ക് ബുള്ളറ്റും തന്നെ കേട്ടോ. നമ്മൾ കഷ്ടപ്പിടിച്ച് പിടിച്ച പരല് എത്ര നേരം നിന്ന് പിടിച്ച പുളിയല്. അതെ, പരല് വറക്കുന്നത് ആവശ്യം വരില്ല. അത് വരാല് നാടൻ വരാൽ. നല്ല ചെറുമീൻ്റെ പീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്രഷ് വാട്ടർ ക്യാച്ചസ് മാത്രമാണ്. ഓൾറെഡി വാള, ചേറുവരാല്, പരല് തന്നെ പുളിയില ചുട്ടത്, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ പാൽക്കപ്പ വെച്ചതുകൊണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. എല്ലാവരും കഴിക്കണം. അൻവർ പാൽക്കപ്പ ആദ്യമായിട്ട് കഴിക്കണേ. പാൽക്കപ്പ പലതും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു പരീക്ഷിക്കാൻ പോയില്ല. കുഴപ്പമില്ല. അല്ല അത് നാട്ടിൽ വിജയിച്ചിട്ടുണ്ട്. നാട്ടിൽ പരളും വറുത്ത പൊളി. ഹായ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടികളെല്ലാം ഇവിടെ കഴിഞ്ഞു. ഈ സീനറികളെല്ലാം ഇന്നലെ ഉച്ച മുതൽ നമ്മളിവിടെ ഉള്ളതാണ്. ഓവർനൈറ്റ് പരിപാടികളെല്ലാം ഭയങ്കര രസകരമായിരുന്നു. ജെറീഷും ഷാജിമാണിയും രാജീവും അൻവറും വൈശാഖും ഒക്കെ ഞങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. ജെറി കുറച്ച് നേരത്തെ പോയി. താങ്ക് യു. സൈനിങ് ഓഫ്. ബൈ.